ആഘോഷം ഈ വർഷം ഒരു ദിവസം അധികം 11 ദിവസമായിട്ടാണ് 22-ാം തീയതി മുതൽ ഒക്ടോബർ 2 വരെ. ഒക്ടോബർ 2-നാണ് ദശമി. അതിന് നവമി, അഷ്ടമി 2 ദിവസം ഉണ്ട്. അഷ്ടമി ദിവസം ഇന്ന് വൈകുന്നേരം മുതൽ ഗ്രന്ഥം വെപ്പാണ്. ഗ്രന്ഥം വെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനെ കൂടുതൽ ഉത്തേജിപ്പിക്കുന്നതിനും ഗ്രന്ഥങ്ങൾ പൂജ ചെയ്യുകയും സരസ്വതി പൂജ എന്നാണ് അത് അറിയപ്പെടുന്നത്. അതായത് അറിവിനെ പൂജിക്കുക എന്നുള്ളതാണ്. ദുഷ്ടൻ നിഗ്രഹം ചെയ്ത് ദേവി അറിവിൻ്റെ ഒരു രൂപമായിട്ട് മാറുകയും ജനങ്ങളിലെ അതുപോലെ ഭക്തന്മാരിൽ അറിവുണ്ടാക്കുകയും ചെയ്യുന്ന വലിയൊരു ഉത്സവമാണ് നവരാത്രി ഉത്സവം. ഇന്ത്യ ഒട്ടാകെ വിവിധ സംസ്ഥാനങ്ങളുടെ വ്യത്യസ്ത രീതിയിലാണ് നവരാത്രി ആഘോഷം നടത്തി വരുന്നത്. ബംഗാൾ പോലുള്ള സംസ്ഥാനങ്ങളിലെ കാളിപൂജയായും മറ്റ് മൈസൂര് ദസറയായും നമ്മുടെ സംസ്ഥാനത്ത് ആയുധപൂജ, പുസ്തക ഗ്രന്ഥപൂജ ആ രീതിയിലൊക്കെയാണ് നവരാത്രി ആഘോഷം സമുചിതമായി ആഘോഷിക്കപ്പെടുന്നത്. ഒരു പ്രത്യേകത, എല്ലാ വിദ്യകളും ആരംഭിക്കാനുള്ള ഒരു നല്ല ദിവസമാണ് വിജയദശമി. ദുഷ്ടനിഗ്രഹം ചെയ്ത ദേവി വിജയം ആഘോഷിക്കുന്ന 10ാമത്തെ ദിവസം. 9 ദിവസങ്ങളായി രാത്രികളിൽ ദുഷ്ടനിഗ്രഹം ചെയ്ത ദേവി പുതിയൊരു ഉദയം ചെയ്യുകയും വിജയം കൈവരിക്കുകയും ചെയ്യുകയും അതിൻ്റെ ഒരു ആഘോഷമായിട്ടാണ് വിജയദശമി അറിയപ്പെടുന്നത്. അന്നൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ കഴിഞ്ഞ 22-ാം തീയതി മുതൽ ഈ വരുന്ന ഒക്ടോബർ 2 വരെ ഈ നവരാത്രി ആഘോഷം വളരെ വിപുലമായ രീതിയിൽ, വലിയ രീതിയിൽ നൃത്യങ്ങൾ, സംഗീതം ആ രീതിയിലൊക്കെ നവരാത്രി ആഘോഷം വളരെ നല്ല